തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ 18-കാരി ആത്മഹത്യ ചെയ്തു. 16 വയസ്സുകാരൻ മധ്യപ്രദേശിൽ സ്വയം ജീവനെടുത്തു. നമ്മളൊക്കെ ഇടുന്ന ഒരു കമന്റ്, ചെയ്യുന്ന ഒരു ഷെയർ, ഇതൊക്കെ മൂലം പലരും അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. എത്ര ക്യാമ്പയിൻസ് നടത്തിയിട്ടും ഇതിലൊന്നും ഒരു മാറ്റവും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് UAE എന്ന രാജ്യം വീണ്ടും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതും എല്ലാവർക്കും മാതൃകയുമാകുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ആർക്കും എന്തിനെക്കുറിച്ചും എന്തും പറയാൻ പറ്റുന്ന ഒരു മീഡിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ UAE പോലൊരു രാജ്യത്ത് നമ്മുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ എന്ന് തന്നെയല്ല, എവിടെയായാലും പറയുന്നതിനെതിരെയൊക്കെ കർശനമായ നിയമങ്ങളുണ്ട്. ഇവിടെ ചില കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് തെറ്റിച്ചാൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും 5 വർഷം തടവുമായിരിക്കും കിട്ടാൻ പോകുന്ന ശിക്ഷ. 1. UAE പ്രസിഡന്റിനെയോ മറ്റ് റൂളേഴ്സിനെയോ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയോ രാജ്യ താൽപ്പര്യങ്ങളെയോ വിമർശിക്കുന്നത്. 2. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും നുണപ്രചരണവും നടത്താൻ പാടില്ല. 3. പബ്ലിക് മൊറാലിറ്റി വയലേറ്റ് ചെയ്യുന്നതും പ്രായപൂർത്തിയാകാത്തവരെ ഇൻസൾട്ട് ചെയ്യുന്നതുമായ പ്രവർത്തികൾ. 4. കൺട്രിയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പബ്ലിക് സെഷൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. 5. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുക, ഒരാളുടെ പ്രൈവസിയിൽ ഇൻ്റർഫിയർ ചെയ്യുക പോലുള്ള ആക്ഷൻസ്. 6. വ്യാജ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ഫേക്ക് ന്യൂസ് എന്നിവ സ്പ്രെഡ് ചെയ്യുന്നത്. 7. ഒരു പബ്ലിക് ഒഫീഷ്യലിൻ്റെയോ റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ പ്രവർത്തനങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടുള്ളതല്ല. സോ എല്ലാവരും ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ UAEയിൽ യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് കടുത്ത ശിക്ഷയായിരിക്കും.